വരൂ, ഇന്ന് സംസാരിക്കാം മിനി ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ച്. ചെയ്യേണ്ടതെന്താണ്? എന്തിനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ ഹീമോഗ്ലോബിൻ കണക്കാക്കുന്നത്. മിനി ക്ലിനിക്കൽ ട്രയലിലൂടെ ആ അനുമാനം വിശ്വാസയോഗ്യമായി മാറും. നമുക്ക് ക്ലിനിക്കലി പ്രൂവ് ചെയ്യാൻ സാധിക്കും ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നതിലൂടെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുമെന്ന്. ചെയ്യേണ്ടതെന്താണ്? ഏറ്റവും ആദ്യം നിങ്ങൾ ഏതെങ്കിലും ലാബിൽ പോകേണ്ടതാണ്. അവരോട് പറയുക, ഞങ്ങൾ RCM ന്യൂട്രിചാർജ് എന്ന വലിയ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. ഞങ്ങളോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദൗത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. പെൺകുട്ടികളെയും സ്ത്രീകളെയും ആരോഗ്യമുള്ളവരാക്കുക എന്നതാണ് മിഷൻ. അതിനാൽ ഇതിൽ അവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ സഹായങ്ങൾ? നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഒന്നാമതായി, ഹീമോഗ്ലോബിൻ ടെസ്റ്റിൽ നമുക്കവരുടെ ഡിസ്കൗണ്ട് വേണം. രണ്ടാമതായി, അവർ ടെസ്റ്റിന്റെ റിപ്പോർട്ട് നൽകുമ്പോൾ 2 എണ്ണം നൽകണം. ഒരു റിപ്പോർട്ട് നമുക്ക് നൽകണം, ഒരു റിപ്പോർട്ട് അവർ ആ യൂസർക്ക് നൽകണം. അതായത് അവർ ടെസ്റ്റ് ചെയ്ത ആ വ്യക്തിക്ക് നൽകണം. ഇനി മൂന്നാമത്തേത്, സാധിക്കുമെങ്കിൽ അവർ നമ്മളോടൊപ്പം വെന്യൂവിൽ വന്ന് അവിടെ നിന്നവർ സാമ്പിൾ എടുക്കേണ്ടതാണ്. ഇനി ചോദ്യമിതാണ്, ലാബിലുള്ളവർ ഇതെന്തിനു സമ്മതിക്കണം? ലാബിലുള്ളവർ തീർച്ചയായും സമ്മതിക്കും. കാരണം എന്തെന്നാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സാണ്. കൂടാതെ ഈ കസ്റ്റമേഴ്സിലൂടെ അവരുടെ വീട്ടിലെ മറ്റംഗങ്ങളെ കൂടെ കസ്റ്റമേഴ്സാക്കി മാറ്റാൻ സാധിക്കും. എത്ര ആളുകൾ നമ്മളോടൊപ്പം ഈ മിനി ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നുണ്ടോ അവരുടെയൊക്കെ അനുഭവം എന്തെന്നാൽ ഇതുവരെയും ഒരു ലാബ് പോലും അവരോട് ഡിസ്കൗണ്ട് നൽകുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ മിഷനിൽ നമ്മളെ സഹായിക്കുന്നതിനോ വിസമ്മതിച്ചിട്ടില്ല എന്നതാണ്. ഇനി ഈ ടൈപ്പിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെയോ സ്ത്രീയെയോ കാണുകയാണെങ്കിൽ, ഒരുപക്ഷെ സ്കൂളിൽ നിന്നാവാം, കോളേജിൽ നിന്നാവാം, ഏതെങ്കിലും വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാൻസ് സ്കൂളിലോ ഏതെങ്കിലും യോഗ സെന്ററിലോ ഹെൽത്ത് സെന്ററിലോ ബ്യൂട്ടി പാർലറിലോ ആവാം. എവിടെ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ ഈ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബുക്ക്ലെറ്റ് ഉപയോഗിച്ച് അവരുടെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം അവരോട് പറയുക, ഞങ്ങൾ ഒരു ലാബുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഡിസ്കൗണ്ടിൽ ചെയ്തു തരും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ അവരുടെ അരികിൽ പോകേണ്ടതുണ്ട്. എന്നിട്ട് അവർക്ക് ഈ 2 ബുക്ക്ലെറ്റ്സ്, മാസമുറയുടെയും ഹീമോഗ്ലോബിന്റെയും, ഇതിന്റെ സഹായത്തോടെ നിങ്ങൾ അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടതാണ് എങ്ങനെ ന്യൂട്രിചാർജ് വുമൺ എടുക്കുന്നതിലൂടെ അവരുടെ ഹീമോഗ്ലോബിൻ കൂടുമെന്നത്. മാത്രമല്ല, നിങ്ങൾ അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടതാണ്. കൂടാതെ ഈ ന്യൂട്രിചാർജ് വുമൺ 3 മാസം വരെ ഉപയോഗിക്കുന്നതിന് അവരെ പ്രചോദിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം 90 ദിവസം അവസാനിക്കുമ്പോൾ, അതായത് 3 മാസം അവസാനിക്കുമ്പോൾ 91ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും അവരുടെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എടുപ്പിക്കേണ്ടതാണ്, അതേ ലാബിൽ നിന്ന് തന്നെ. ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ ഡേ 1ന്റെ റിസൾട്ട് ഉണ്ടാകും, ഡേ 90യുടെ റിസൾട്ട് ഉണ്ടാകും. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹീമോഗ്ലോബിൻ കൂടിയിരിക്കുന്നത്. ന്യൂട്രിചാർജ് വുമണിൽ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തുകയാണ്. ഈ ട്രയലിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ സ്ത്രീകളുടെയും ഹീമോഗ്ലോബിൻ 3 മാസം ന്യൂട്രിചാർജ് വുമൺ എടുത്ത ശേഷം ആവറേജ് 2.5 ഗ്രാം മുതൽ 3 ഗ്രാം വരെ കൂടിയിട്ടുണ്ട് എന്ന്. നിങ്ങൾക്കിത് എല്ലാവരോടും പറയാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ റിപ്പോർട്ട്സ് വരുമ്പോൾ, ഡേ 1ന്റെ റിപ്പോർട്ട്, ഡേ 90യുടെയും റിപ്പോർട്ട്, അത് നിങ്ങൾ കൃത്യമായി ഒരു ഫയലിൽ ഫയൽ ചെയ്തു വെക്കേണ്ടതാണ്. എന്തിനെന്നാൽ നിങ്ങളുടെ കയ്യിൽ മുഴുവനായും എഴുതിയ തെളിവ്, റിട്ടൺ പ്രൂഫ് ഉണ്ടാകുന്നതിന്. സോ മിനി ക്ലിനിക്കൽ ട്രയലിനെ ഒരു ലൈനിൽ പറയുകയാണെങ്കിൽ, ഡേ 1ലെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, 3 മാസം വരെ ന്യൂട്രിചാർജ് വുമണിന്റെ ഉപയോഗം, എന്നിട്ട് ഡേ 91ൽ വീണ്ടും ഹീമോഗ്ലോബിൻ ടെസ്റ്റ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ വീഡിയോസ് ഉണ്ടാക്കേണ്ടതാണ്. ഓരോ സമയത്തും വീഡിയോസ് ഉണ്ടാക്കി അയക്കേണ്ടതാണ്. എപ്പോഴൊക്കെയാണ് വീഡിയോസ് വേണ്ടത്? ആദ്യത്തെ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ആരോടെങ്കിലും ഈ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോഴാണ്. കൂടാതെ അവിടെ അവരുടെ ബ്ലഡിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടാകും. ആ വീഡിയോ നിങ്ങളെടുത്ത് ഞങ്ങൾക്ക് അയക്കേണ്ടതാണ്. രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും സ്ത്രീയുടെ പക്കൽ ന്യൂട്രിചാർജ് വുമൺ നിർദ്ദേശിക്കാൻ പോകുമ്പോഴാണ്.
ഞാൻ ഇന്നു മുതൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സ്ത്രീയുടെ വീഡിയോ ന്യൂട്രിഷാർജ് വുമണിനൊപ്പവും അവരുടെ ഹീമോഗ്ലോബിൻ റിപ്പോർട്ടിനൊപ്പവും തയ്യാറാക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ തയ്യാറാക്കേണ്ടത് 1 മാസത്തിന് ശേഷമാണ്. 2-ാം മാസത്തെ ന്യൂട്രിഷാർജ് വുമൺ അവർക്ക് നൽകാനായി പോകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ അവരുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെന്ന്. ഇതിനുശേഷം വീഡിയോ തയ്യാറാക്കേണ്ടത് 2-ാം മാസം അവസാനം വീണ്ടും ന്യൂട്രിഷാർജ് വുമൺ നൽകാൻ പോകുമ്പോഴാണ്. വീണ്ടും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടു എന്നത്. അതിനുശേഷവും വീഡിയോ തയ്യാറാക്കേണ്ടത് 3-ാമത്തെ മാസത്തിന്റെ അവസാനത്തിൽ ഡേ 91ന്റെ റിപ്പോർട്ടിനൊപ്പം ആ സ്ത്രീ നിങ്ങളോട് ഇത് പറയുമ്പോഴാണ്. എന്റെ ഡേ 1ൽ ഹീമോഗ്ലോബിൻ ഇത്രയായിരുന്നു, എന്റെ ഡേ 90 3 മാസത്തിനു ശേഷം ഹീമോഗ്ലോബിൻ ഇത്രയായിട്ടുണ്ട്. ഇതിന് കാരണം ഞാൻ 3 മാസം കൃത്യമായി ന്യൂട്രിഷാർജ് വുമൺ കഴിച്ചതിനാലാണ്. ഈ വീഡിയോ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. നമ്പർ ഇതാണ് 8779777919. ഇതിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക. ഈ മിനി ക്ലിനിക്കൽ ട്രയൽ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? അതിശയം സംഭവിക്കും. ഇതുവരെ നമ്മൾ യൂസേഴ്സിനെ തിരയുകയായിരുന്നു. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ വേഗം ഇങ്ങനെയൊരു സമയം വരും. യൂസേഴ്സ് നമ്മളെ തിരഞ്ഞു വരുന്ന കാലം. കാരണം നമ്മുടെ കയ്യിൽ തെളിവുണ്ട്, റിട്ടൺ ക്ലിനിക്കൽ എവിഡൻസ്. അങ്ങനെ നിങ്ങളുടെ യൂസേഴ്സ് വർദ്ധിക്കുന്നു. ആ യൂസേഴ്സിലൂടെ നമ്മൾ വളരെ വേഗം തന്നെ 15 കോടി വീടുകളെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. നമ്മുടെ റെഫറൻസസും വർദ്ധിക്കും. അപ്പോൾ വരൂ, ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഒപ്പം